ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ പിക്സലും കിക്കറും ഒക്കെ കൊണ്ടുവന്ന് തരംഗം സൃഷ്ടിച്ച ഒരു മുതലാണ് നമുക്കിന്ന് വർക്കിന് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഒരു രാജാവാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ സ്വന്തം സംഗീത ഓഡിയോസിൽ വർക്കിന് വന്ന വണ്ടിയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള എൻ്റെ ഒരു വണ്ടിഭ്രാന്തനായിട്ടുള്ള ചങ്കിൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് ഈ ഒരു വണ്ടി വർക്കിന് കിട്ടുന്നത്. കാരണം ഞാൻ ഒരു കാലത്ത് കാണാനും കയറാനും ആഗ്രഹിച്ച വണ്ടിയുടെ താക്കോലാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ആ വണ്ടി ഇന്ന് കിടക്കുന്നത് എൻ്റെ ഗാരേജിന്റെ ഫ്രണ്ടിലുമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലേ. നമ്മുടെ വണ്ണസിന്റെ സ്വന്തം ദശാവതാർ. ആ പഴയ പ്രതാപവും പഴയ തലയെടുപ്പോട് കൂടിയും ഇന്നും മലപ്പുറത്തിന്റെ വൺ ഡേ ഹോളിഡേസിന്റെ കയ്യിലാണ് ഇവനുള്ളത്. ഏകദേശം 70% വർക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ 70% വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കിളി മാറിപ്പോകുന്ന ഐറ്റമാണ്. അപ്പൊ നമുക്ക് വന്നേക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 2 ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയറിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയുണ്ട്. ബർത്തിലെ ക്ലോത്ത് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിരിക്കുന്ന കണ്ടീഷനാണ്. ക്യാബിനും അതുപോലെ തന്നെ അത്യാവശ്യം മോശമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ക്ലിയർ ആക്കാനാണ് നമുക്ക് ഇവനെ വിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഈ വണ്ടിയുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നാളെ രാവിലെ വണ്ടി തിരിച്ച് സംഗീതയിൽ കൊണ്ടിടണം. കാരണം ഇതിന്റെ ബാക്കി വർക്കുകളെല്ലാം പെൻഡിങ് ആണ്. ഇതിന്റെ കുറച്ച് സബും കാര്യങ്ങളും ഇനി സെറ്റ് ചെയ്യാനുണ്ട്. ഏകദേശം 8 മണിയോടെയാണ് നമ്മൾ വണ്ടി എടുത്ത് ഗാരേജിന്റെ ഫ്രണ്ടിൽ ഇട്ടത്. വണ്ടിക്ക് അകത്തിരുന്ന ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ എടുത്തുകൊണ്ട് വന്നതിന്റെ റീസ്റ്റോറേഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം നമ്മൾ ഇവിടെ ക്യാബിനിൽ വരുന്ന ആ ഒരു ക്ലോത്ത് നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഫുൾ വീഡിയോ എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഞാനും എൻ്റെ ബ്രദറും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വർക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താലേ നമുക്കും റെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ വണ്ടിയുടെ ബാക്കി വർക്കുകളും തുടങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഈ ഇന്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിരുന്നു. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല സമയം എടുത്ത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സാരഥി ഷുഹൈബ് ബ്രോ നാട്ടിലെത്തിയിട്ടുണ്ട്, ഇവിടെ പുനലൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് നമ്മുടെ ടൗണിൽ ഒരു റൂമും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത്. അപ്പൊ ഇനിയിപ്പോൾ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇട്ടാൽ മതി. അപ്പൊ ആള് വന്ന് രാവിലെ എടുത്തോളും. നമ്മളെ ലൊക്കേഷനും താക്കോലും അകത്ത് വെച്ച് ലൊക്കേഷനും അയച്ചു കൊടുത്താൽ ആൾ രാവിലെ വന്ന് എടുത്തോളാം എന്നാണ് പറഞ്ഞത്. അതേസമയം നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ ഇളക്കി വെച്ചിരുന്ന അവർ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു ഹെഡ്ലൈറ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഹെഡ്ലൈറ്റിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടിട്ട് നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നുള്ള കാര്യം താഴെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്റീരിയർ നമ്മൾ ഓൾമോസ്റ്റ് കഴിയാറായിരിക്കുകയാണ്. ഇന്റീരിയറിലെ വർക്കും കാര്യങ്ങളും ഒക്കെ ഏകദേശമൊക്കെ കഴിയാറായി. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എത്രത്തോളം ക്ലിയർ ആവും എന്നുള്ള കാര്യം അറിയത്തില്ല. രാവിലെ ഞാൻ വണ്ടി കൊണ്ടിട്ടിട്ട് നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ അപ്പോഴേ അങ്ങ് വീട്ടിൽ പോയി. രണ്ടാമത് വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. സോ ഇതാണ് നമ്മുടെ ക്യാബിനിലെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ നമ്മൾ ക്യാബിനിലെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഹെഡ്ലൈറ്റിന്റെ വർക്കിലേക്കാണ് പോയത്. അത് അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയും പൊടിയുന്നുണ്ട്. സാരമില്ല, നമുക്ക് രാവിലെ എന്തായാലും വണ്ടി കൊടുക്കാറുള്ളതല്ലേ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 50% നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, ദെൻ ഫൈനലി ഇതാണ് നമ്മുടെ ഔട്ട് വരുന്നത്. ഇതും ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. എന്തായാലും ഞാൻ വണ്ടി കൊണ്ടിട്ടിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തിരിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് വണ്ടി ഒതുക്കാനായിട്ട് പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ഹോട്ട് സീറ്റിലിരുന്ന് എനിക്ക് ഈ ഒരു മുതൽ ഓടിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടിട്ടിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടോ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. സോ നമ്മൾ വണ്ടിയോട് ഒതുക്കി താക്കോലൊക്കെ ഇവിടെ സേഫ് ആക്കി വെച്ചിട്ട് നമ്മൾ ലൊക്കേഷനും താക്കോലിരിക്കുന്ന സ്ഥലവും നമ്മൾ വീഡിയോ എടുത്തിട്ട് ഷുഹൈബായിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ റീസ്റ്റോറേഷൻ വർക്ക് രണ്ടും കംപ്ലീറ്റ് ആയതിനു ശേഷം അവർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം. ബ്രോ, വർക്ക് എന്താ നമ്മളത് അടിപൊളിയാണ്. വർക്ക് ഒരു രക്ഷയില്ല. ക്ലീൻ ഇൻറ്റീരിയൽ വാഷിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് നമ്മളത് ചെയ്തത് പക്കയാണ്, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്നിലെ വീഴ്ചകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോസുകളും ഞങ്ങളുടെ വർക്കുകളും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.